ഇന്ന് മേയർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പച്ചക്കള്ളവും പറഞ്ഞു. മുതലെടുക്കണേണ സജി. ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്. അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. അത്രയും ഉറപ്പോടുകൂടി ഞാൻ പറയാം, നിങ്ങൾ CCTV പരിശോധിക്കൂ. ഏതെങ്കിലും തരത്തിൽ ആ വാഹനത്തെ ചേസ് ചെയ്യുകയോ നോക്കെടുത്ത നുണയെ പറയൂന്ന് അറിയാഞ്ഞിട്ടല്ല, സത്യം. വാഹനത്തിനോടൊപ്പം മുന്നിലെത്താൻ വേണ്ടി ഞങ്ങൾ പിന്നെ പോകുന്നതുമായിട്ടുള്ള ദൃശ്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കൂ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു. എന്നിട്ട് എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. അതും വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതികരണമല്ല. പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നറിയുമ്പോഴാണ് യാത്രക്കാർ ഇറങ്ങിയിട്ടുള്ളത്. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മേയറുടെ ഇന്നത്തെ പത്രസമ്മേളനം 4 കാര്യങ്ങളിൽ മേയറുടെ സ്റ്റാൻഡ് പൊളിഞ്ഞുപോയി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മേയർ ആദ്യമേ പറഞ്ഞു ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നു, അവര് കണ്ടു എന്നാ പറഞ്ഞു. ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. വണ്ടി കുറുകെ ഇട്ടിട്ടില്ല എന്നാ ഞാൻ കണ്ട വിഷ്വലിനകത്ത് സീബ്ര ലൈനിലായിട്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത്? പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഓ, രാഷ്ട്രീയ സ്വാധീനം. സീബ്ര ലൈനിൽ ഒരു വാഹനം കയറ്റി പാർക്ക് ചെയ്യുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഒഫൻസ് ആണ്. കുഞ്ഞുട്ടമ്മ സ്പീഡ് ആംഗുൽ അല്ലാന്ന് വെച്ചാൽ ഊച്ചാലേക്കെങ്കിലും മനസ്സിലാവട്ടെ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.